അയ്യോ വണക്കം. പലപ്പോഴും ഒരു ഭരണകക്ഷിയും ഒരു പ്രതിപക്ഷവും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ഈ ഭരണകക്ഷിയുടെ ആൾക്കാർ എത്രത്തോളം തെണ്ടിത്തരം നാട്ടിൽ കാണിച്ചാലും ഈ ഭരണകക്ഷി അവരെ പൊതിഞ്ഞു പിടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വന്ന എക്സാമ്പിളാണ്. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ 112 വിളിച്ചിട്ടും നമ്മുടെ സർക്കാർ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാണ്. ഈ 112 വിളിച്ചാൽ FIR ഇട്ടിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത്. പക്ഷേ FIR ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭരണകക്ഷിയുടെ ആൾക്കാർ എന്തു ചെയ്താലും ഈ ഭരണപക്ഷം അവരെ പൊതിഞ്ഞു പിടിക്കും എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു വസ്തുതയാണ്. ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ CPM-ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അതിജീവിതമാരി ഈ നാട് വിട്ട് ഓടേണ്ട ഗതി വന്നേന്. അങ്ങനെയായിരിക്കും CPM അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിജീവിതയുടെ ചരിത്രം എടുക്കലായി, അതിജീവിതയുടെ ഭൂതകാലം തോണ്ടലായി, പിന്നെ അതിജീവിതയുടെ റൂട്ട് മാപ്പ് തപ്പലായി, അവസാനം അതിജീവിത ഈ നാട്ടിൽ നിന്ന് എനിക്ക് നീതിയും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടായേനെ. ഭാഗ്യത്തിന് രാഹുൽ മാങ്കൂട്ടം അപ്പുറത്തെ സൈഡിലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ക്ലാസിക് ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുകേഷ് ഉണ്ട്, നമ്മുടെ ഗണേഷ് കുമാറുണ്ട്, അങ്ങനെ പല 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 ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാലും അതിനിടയിലൊക്കെ കൂടെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം. ആ വാർത്ത എന്ന് പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. നമ്മുടെ കേരളത്തിൽ ആ വാർത്തയ്ക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. കേരളത്തിൽ ബ്രിജ് ഭൂഷൻ്റെ വാർത്തയ്ക്ക് ഭയങ്കര സ്കോപ്പാണ്. പക്ഷേ കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തയ്ക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. നമ്മുടെ ഛത്തീസ്ഗഡ് അറിയാമല്ലോ, ഛത്തീസ്ഗഡ് ഈ ഇടയ്ക്കാണ് BJP പിടിച്ചത്. BJP പിടിച്ചത് തൊട്ട് ഛത്തീസ്ഗഡിൽ പിന്നെ ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. നേരത്തെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് പൊഞ്ഞു വിളയുന്ന ഭൂമിയായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് 100% ലിറ്ററസി ആയിരുന്നു. കേരളത്തിൻ്റെ തോളോട് തോൾ അത്ര വേണ്ടല്ലേ, കുറച്ച് താന്നിരിക്കട്ടെ, അങ്ങനെയുള്ള തോൾ കിടപിടിക്കുന്ന ആൾക്കാരായിരുന്നു ഇവിടെ ഉള്ളത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച് കിടന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഛത്തീസ്ഗഡിൽ പിന്നെ BJP അധികാരത്തിലേറി രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ച് അകത്താക്കി, 10 പള്ളിയിലച്ചന്മാരെ പിടിച്ച് അകത്താക്കി, ഓടി വായോ ബജ്രംഗ ദളാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പോണ പുകിലാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ അപ്പുറമായിരുന്നു അവിടുത്തെ പുകിൽ. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ 5 അല്ല 10 പള്ളിയിലച്ചന്മാരെയാണ് അവിടെ പിടിച്ച് അകത്താക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഒന്നും ആർക്കും ഇത് മിണ്ടണ്ട. പക്ഷേ അതിവിടെ മിണ്ടിക്കഴിഞ്ഞാൽ അതിനൊരു സ്കോപ്പില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ ജീവിക്കുന്നത് ഒരു ഇടത് ഇസ്ലാമിക് എക്കോസിസ്റ്റത്തിലാണ്. ആ എക്കോസിസ്റ്റത്തിന് വേണ്ട ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിനെ പറ്റി, കേരളത്തിനകത്തല്ല കേരളത്തിന് പുറത്ത് പോകണം, ഇപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് നടക്കുകയാണ്. ഗുജറാത്തിൽ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കണ്ടു. നമ്മൾ പറയണം ഈ പ്ലാറ്റ്ഫോം എന്ത് വൃത്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് മതി. താഴെ പിന്നെ തെറിയാണ്. അതേസമയം ഗുജറാത്തിൽ ഏതെങ്കിലും പൊട്ടിയ ഓട കാണിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർ പറയും അതാണ് ഗുജറാത്ത്, കേരളത്തിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും. എന്നാൽ കേരളത്തിൽ വല്ലവരും നടന്ന് ആ ആമേഴ സൈഡിൽ കൂടെ, തോടിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പം ആരെങ്കിലും അതെടുത്ത് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ അവന്മാർ പറയും കേരളത്തിലെ ഉൾഗ്രാമങ്ങളിൽ പോയി ഫോട്ടോ കാണിക്കുന്നോടാ, കേരളത്തിലെ സിറ്റിയിലോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞവന്മാർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്കോപ്പ് വളരെ കുറവാണ് ഈ വാർത്തയ്ക്ക്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു. ഒരു BJP നേതാവിൻ്റെ കെട്ടിടം ഒരു BJP സർക്കാർ ഇടിച്ച് നിരത്തുകയാണ്. സംഭവം എന്താണ്? ആ BJP നേതാവിന് കറുപ്പ് കൃഷിയാണ്, OPM കൃഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ BJP നേതാവിൻ്റെ വീട് അല്ലെങ്കിൽ കെട്ടിടം അവർ ഇടിച്ച് നിരപ്പാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ തരുൺകുമാർ കേസിലെ പ്രതികളുടെ വീട് ഇടിച്ച് നിരപ്പാക്കിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങളോട് വാർത്ത കൊടുത്തിരുന്നു, ഡൽഹിയിൽ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തോ വലിയ കാര്യമായിട്ടാണ് കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങൾ. തരുൺകുമാറിൻ്റെ കേസ് ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. കാരണം തരുൺകുമാറിനെ അടിച്ചു കൊന്നത് 7 മുസ്ലിം മതമൗലികവാദികളാണ്. എന്തിനാണ് അടിച്ചു കൊന്നത്? തരുൺകുമാറിൻ്റെ ബന്ധുവായിട്ടുള്ള 11 വയസ്സുകാരി ഹോളിക്ക് കളിച്ചപ്പോൾ സ്വല്പം വെള്ളം അപ്പുറത്ത് ഒരു യുവതിയുടെ ദേഹത്ത് തെറിച്ചു. അതുകൊണ്ടാണ് തരുൺകുമാറിനെ അടിച്ചു കൊന്നത്. തരുൺകുമാർ ദളിതനുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കൊടുക്കുന്നില്ല. തരുൺകുമാറിൻ്റെ ക്രിമിനൽസിൻ്റെ, അതായത് തരുൺകുമാറിനെ കൊന്ന മർഡർ കേസിലെ പ്രതികളുടെ വീടിടിച്ച് നിരത്തിയപ്പോൾ അത് കേരളത്തിൽ വലിയ വാർത്തയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വേവുന്ന ചില വാർത്തകളുണ്ട്. ആ വാർത്തകൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ല, അവിടെ കയ്യേറ്റത്തിനെതിരെ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കുകയും സമോദ ഗ്രാമത്തിൽ ഒരു ബുൾഡോസർ ഓടിക്കുകയും ചെയ്തിരിക്കുന്നു ഛത്തീസ്ഗഡ് ഗവൺമെൻറ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ നടപടിക്കിടെ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുകയുണ്ടായി. ഈ ബുൾഡോസർ നടപടിക്കിടെ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കട പൊളിച്ചു മാറ്റി. കറുപ്പ് കൃഷി ചെയ്തതിനെ തുടർന്ന് അറസ്റ്റിലായ സഹോദരൻ്റെ ഉടമസ്ഥതയിലാണ് ഈ കട. ഏത് സഹോദരൻ? BJP നേതാവിൻ്റെ സഹോദരൻ.
ഭരണകൂടത്തിൻ്റെ ഈ നടപടി പ്രദേശത്ത് വലിയ ചർച്ചകൾ സൃഷ്ടിച്ചു. ബുൾഡോസർ സ്ഥലത്തെത്തിയ ഉടൻ ധാരാളം ഗ്രാമവാസികൾ അവിടെ തടിച്ചുകൂടി നടപടി കാണാൻ തുടങ്ങി. കറുപ്പ് കൃഷി ആരോപിച്ച് പോലീസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്ത BJP കിസാൻ മോർച്ച നേതാവ് വിജയ് തംറാക്കറുമായി ഈ മുഴുവൻ കേസും ബന്ധപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ലഭിച്ച വിവരമനുസരിച്ച് മാർച്ച് 7 പോലീസും മയക്കുമരുന്ന് ഏജൻസികൾ ഒരു വയലിൽ സംയുക്ത ഓപ്പറേഷൻ നടത്തി. അന്വേഷണത്തിനിടെ ചോള വിളകൾക്കിടയിൽ കറുപ്പ് ചെടികൾ കണ്ടെത്തി. നമ്മുടെ പുഷ്പയിലൊക്കെ കാണുന്നത് പോലെ ചോളത്തിൻ്റെ ഇടയിൽ അവന്മാർ കറുപ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വയലിൽ വൻതോതിൽ കറുപ്പ് കൃഷി ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പിടിച്ചെടുത്ത വിളയുടെ മൂല്യം ഏകദേശം 8 കോടി രൂപയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ഓപ്പറേഷനെ തുടർന്ന് BJP കിസാൻ മോർച്ചയുമായി ബന്ധപ്പെട്ട നേതാവ് വിജയ് തംറാക്കറെയും മറ്റ് 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് രാഷ്ട്രീയ ഭരണ വൃത്തങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചു. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ സമ്മോദ ഗ്രാമത്തിൽ ഭരണകൂടം മറ്റൊരു നടപടിയും സ്വീകരിച്ചു. അറസ്റ്റിലായ നേതാവിൻ്റെ സഹോദരൻ ബ്രിജേഷ് തംകർ ഗ്രാമത്തിലെ ഏകദേശം 32 സർക്കാർ ഭൂമിയിൽ ഒരു കട നടത്തിയിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ ഭൂമിയിൽ അനധികൃത കയ്യേറ്റം നടന്നതായി ജില്ലാ ഭരണകൂടത്തിന് വളരെ കാലമായി പരാതികൾ ലഭിച്ചിരുന്നു. അന്വേഷണത്തിന് ശേഷം കട സർക്കാർ ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് ഭരണകൂടം കയ്യേറ്റം നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും ചൊവ്വാഴ്ച ഒരു ബുൾഡോസർ ഉപയോഗിച്ച് കട പൊളിച്ചു മാറ്റി ചെയ്തു. ഓപ്പറേഷൻ സമയത്ത് റവന്യൂ വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും സംയുക്ത സംഘം സ്ഥലത്തുണ്ടായിരുന്നു. അഡീഷണൽ നേതൃത്വത്തിലായിരുന്നു ഈ പ്രവർത്തനം. എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഭരണകൂടം ഈ നടപടി സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ ബുൾഡോസറുകൾ ഉപയോഗിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുഴുവൻ ഘടനയും പൊളിച്ചു മാറ്റി. ഈ നടപടി കയ്യേറ്റ നീക്കം ചെയ്യൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. സർക്കാർ ഭൂമി സ്വതന്ത്രമാക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. BJP നേതാവ് കറുപ്പ് കൃഷിയിൽ അറസ്റ്റിലുമായി. BJP നേതാവിൻ്റെ ബന്ധുവിൻ്റെ കട പൊളിച്ചു നീക്കുകയും ചെയ്തു. ഈ കേസിൽ തദ്ദേശ കോടതി ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്ന് ഭരണകൂടം പറയുന്നു. എന്നിരുന്നാലും കയ്യേറ്റം വളരെ കാലമായി നീക്കം ചെയ്തിട്ടില്ല. സർക്കാർ ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയം ഉയർന്നു വന്ന ശേഷം പ്രതിപക്ഷത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കാരണം BJP നേതാവിൻ്റെ കട BJP-കാരൻ തന്നെ പൊളിച്ചു മാറ്റുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഒരു യമണ്ടൻ ചോദ്യമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കറുപ്പ് കൃഷി നടത്തിയതിനാണല്ലോ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കറുപ്പ് കൃഷിയിൽ ഇനിയും BJP നേതാക്കൾക്ക് പങ്കുണ്ട്? അത് വേണ്ട. കറുപ്പ് കൃഷി BJP സർക്കാരിൻ്റെ അനുമതിയോടെ കുറച്ച് പൈസ ഇറക്കിയിട്ടുണ്ട് BJP സർക്കാർ എന്നൊക്കെ പറഞ്ഞ ആരോപണവും കൊണ്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ക്രമസമാധാന പരിപാലനത്തിന് ഭരണകൂടം നൽകുന്ന പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ നടപടി ജനങ്ങളുടെ ശ്രദ്ധ അവിടെ പിടിച്ചു പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സമാനമായിട്ടുള്ള നടപടി നമ്മുടെ കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് BJP ഭരിക്കുന്ന മേയറും എടുത്തിട്ടുണ്ട്. മേയർ BJP-യിൽ വന്ന, നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, BJP-യിൽ വന്ന ഷൈൻലാൽ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ അച്ഛനോ മറ്റോ ആ ലൈസൻസ് ഉള്ള ഒരു സ്പാ ഇവിടെ പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കും. ഗുജറാത്തിൽ തന്നെ ഒരു 100 ഉദാഹരണം എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു സെൽഫ് ക്ലീനിങ് മോഡിലേക്ക് BJP പലപ്പോഴും മാറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ സെൽഫ് ക്ലീനിങ് മോഡിലേക്ക് കേരളത്തിലെ വല്ലവന്മാർ മാറാൻ ശ്രമിച്ചാൽ ഒന്നെങ്കിൽ 51 വെട്ടായിരിക്കും ഫലം, അല്ലെങ്കിൽ ഇന്നോവ വരും എന്നുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാരെ അതിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്തത്. അപ്പം ശരി.